നമസ്കാരം. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് കോലവും മാറിക്കൊണ്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യകൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോലങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വൈചിത്ര്യങ്ങളും. ഇൻ്റർനെറ്റ് ലോകത്ത് നിന്ന് ഈ ലോകത്തിനും അണിയറ ശില്പികൾക്കും നിങ്ങൾ നൽകി വരുന്ന പ്രോത്സാഹനങ്ങളാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് നിദാനം. ഈ വിലാസം വഴിയും മുഖപുസ്തകം വഴിയും നിരവധി വീഡിയോകളാണ് ഷെയർ ചെയ്യപ്പെട്ടത്. അവയിൽ നിന്നും ഇത്തിരി കാഴ്ചകൾ നമുക്കിന്ന് കാണാം. ആശ്ചര്യമേകുന്ന ഈ കാഴ്ചകളുടെ മാണിക്കച്ചപ്പ് തുറന്ന് കൗതുകങ്ങളുടെയും വിസ്മയങ്ങളുടെയും ദൃശ്യങ്ങളുമായി ഈ ലോകത്തിൻ്റെ പുതിയൊരധ്യായം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സോഷ്യൽ മീഡിയകൾ വ്യാപകമായപ്പോൾ സ്വതന്ത്രമായി തങ്ങളുടെ വിചാരങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കാൻ ഏവർക്കും ഒരു പ്ലാറ്റ്ഫോമായി. ആരെയും ആശ്രയിക്കാതെ അവ അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഒരു പ്രവാസിയുടെ വികാരമാണ് നാം കാണാൻ പോകുന്നത്. വാഹനങ്ങളുടെ മരണപ്പാച്ചിലും അവ വരുത്തിവെക്കുന്ന മരണങ്ങളുടെ സംഖ്യയും ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം, ഞാനൊരു പാവം പ്രവാസിയാണ്. ഞാൻ വളരെ വേദനയോടെയാണ് ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ പ്രവാസികൾക്ക് പറയാനുള്ളത് നാട്ടിലെ ഡ്രൈവർമാരോടാണ്. നമ്മുടെ നാട്ടിൽ വാഹനാപകടങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച താനൂരിൽ നടന്ന വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിൽ 8 പേരാണ് മരിച്ചത്. അതിന്റെ തുടർച്ച എന്നോണം ഈ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ തേലക്കാടിനടുത്ത് നടന്ന ബസ് മറിഞ്ഞിട്ട് ഏകദേശം 14ഓളം പേര് മരിക്കുകയും അതിലിരട്ടി പേര് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. കാലത്ത് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് ചിരിച്ച് കളിച്ച് സ്കൂളിലേക്ക് പോയ കുട്ടികളുടെ തുന്നിക്കെട്ടി മൃതശരീരം വീടിന്റെ ഉമ്മറക്കോലയിലെത്തിയപ്പോൾ ആ അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി എത്ര കരഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർ സുഹൃത്തെ, നിങ്ങളുടെ ബസ് മുതലാളിമാരുടെ പണക്കൊതി കൊണ്ടോ അല്ലെങ്കിൽ സമയലാഭത്തിന് വേണ്ടിയിട്ടോ മുന്നിലുള്ള വണ്ടിക്കാരനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ നിങ്ങൾ മത്സരോട്ടം നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ബസ്സിനകത്തുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരുടെ ജീവന് നിങ്ങളുടെ കയ്യിലാണ്. നിയന്ത്രണ വിധേയമല്ലാത്ത, മാന്യതയൊട്ടും തൊട്ടു തീണ്ടാത്ത ഇങ്ങനെയുള്ള ഡ്രൈവിങ്ങുകൾ മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയായി മാറുമ്പോൾ ഈ പ്രവാസിയുടെ വേദന നമുക്ക് കേൾക്കാതിരിക്കാനാവില്ല. ഏതൊരു യാത്രക്കാരനായാലും ശരി, ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ നിങ്ങളെ ഡ്രൈവർമാര് അവർക്ക് ദൈവതുല്യരാണ്. ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ കുറച്ച് വൈകിട്ടാണെങ്കിൽ എത്തുന്നത്. വീടും നാടും വീട്ടുകാരെയും എന്നല്ല, തങ്ങളുടെ സ്വന്തമായ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് വണ്ടി കയറി മരുഭൂമിയിലെ സൂര്യതാപമേറ്റ് ചോര നീരാക്കി പണിയെടുക്കുന്ന നമ്മുടെ പാവപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ വേദനയാണിത്. ഓരോ അപകടം കേൾക്കുമ്പോഴും ഞങ്ങളുടെ പ്രവാസികളുടെ നെഞ്ചിൽ തീയാണ്. സത്യം പറഞ്ഞാൽ ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ട് ഞങ്ങളുടെ നാട്ടുകാരുണ്ടോ, ഞങ്ങളുടെ വീട്ടുകാരുണ്ടോ, ഞങ്ങളുടെ കൂട്ടുകാരുണ്ടോ എന്ന് അറിയാനുള്ള തത്രപ്പാട. ഇന്ന് ഈ അപകടം നടന്നപ്പോൾ തന്നെ 1 ലക്ഷത്തിന്റെ മുകളിൽ കൂടുതലാണ് കേരളത്തിലോട്ട് പോയിട്ടുള്ളത്. ഫുള്ള് നെറ്റ്വർക്കും ജാമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാർ ആരും ആയിക്കോട്ടെ, ആ ആക്സിലേറ്ററിന്റെ മുകളിൽ കാല് വെച്ച് സ്പീഡ് കൂട്ടുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ നോക്കുക. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്, കണ്ണീര് കുതിർന്ന അപേക്ഷ. ഇതേ മനസ്സുള്ള ആയിരങ്ങൾ പ്രവാസ ലോകത്ത് ഇതേ അഭിപ്രായമായി നിലകൊള്ളുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോയാണിത്. ഇദ്ദേഹം പ്രവാസികളുടെ ഒരു പ്രതിനിധി മാത്രമാണ്. ഇനിയും കണ്ണു തുറക്കാത്തവർ ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കുക, തിരുത്താൻ സമയമായിരിക്കുന്നു. സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം പേന, പേപ്പർ എന്നിവയുടെ ഉപയോഗം താരതമ്യേന കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ച് പേപ്പറിനെയൊക്കെ അങ്ങനെ അങ്ങ് തള്ളിപ്പറയാനൊക്കുമോ? ഈ ലോകത്തെ നിരവധി പേർ ഷെയർ ചെയ്ത ഒരു പരസ്യ വീഡിയോയാണ് ഈ കാണുന്നത്. ഭക്ഷണമില്ലാതെ ഒരു ജീവിക്കും നിലനിൽപ്പില്ല.
ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം സാഹസങ്ങൾ ചെയ്യുന്നവരെയാണ് നാം തെരുവോരങ്ങളിലും മറ്റും കാണാറുള്ളത്. തിന്നുകയും ചെയ്തു, ഇനിയിപ്പോൾ വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അങ്ങനെ ഒരു തീറ്റ കാഴ്ചയാണ് ഇനി നാം കാണാൻ പോകുന്നത്. സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ തന്നെ ഭക്ഷണമാക്കുന്ന ജീവികളും യഥേഷ്ടമുണ്ട്. അങ്ങനെ ഒരു കാഴ്ച കണ്ടു നോക്കൂ. ഇതൊക്കെ ശരി തന്നെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുമാണ്. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി മറ്റൊരു തീറ്റ കാഴ്ചയായാലോ? നീ എന്നെ തീ തീറ്റിക്കല്ലേ എന്ന് പറയാറില്ലേ? എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും എന്താണ് ഈ തീ തീറ്റിക്കുക എന്നുള്ളത്. തീ തീറ്റിക്കുക എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണിത്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, ഇതാരും അനുകരിക്കരുത്. ഇയാൾ തീ മാത്രമല്ല തിന്നുക, നമ്മൾ നേന്ത്രപ്പഴം തിന്നുന്ന ലാഘവത്തോടെ ഇദ്ദേഹം തിന്നുന്നത് ഇലക്ട്രിക് ട്യൂബാണ്. മീൻപിടുത്തം പല വിധത്തിലുണ്ട്. പലതും നാം കണ്ടതാണ്, ചിലത് നാം പരീക്ഷിച്ചതാണ്, ചെയ്തതാണ്. എന്നാൽ ചൈനക്കാർ കണ്ടുപിടിച്ച ഈ ഒരു മീൻപിടുത്തം വളരെ ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു. കണ്ടു നോക്കൂ. മീൻപിടുത്തം ആഘോഷമാക്കി മാറ്റുന്നവരുമുണ്ട്. കടപ്പുറത്ത് ചാകര വരുമ്പോൾ ഒരു ആഘോഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി കൊണ്ടാണ് അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കിടയിൽ ഇനി കാണാൻ പോകുന്ന ദൃശ്യം വേറിട്ട് തന്നെ നിൽക്കും, സംശയമില്ല.
തമാശയൊക്കെയാവാം, പക്ഷേ ഒടുക്കത്തെ തമാശയായി പോകരുതെന്ന് ചില സംഭവങ്ങളെങ്കിലും നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്. പാവങ്ങൾ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് ആർക്കറിയാം? എല്ലാ കാഴ്ചകളും അവസാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന ഒരു കാഴ്ച കാണാം നമുക്ക്. What do you think, Maya? Hi, baby girl. ഈ കുഞ്ഞുവാവകളോട് നമുക്ക് അതിരറ്റ വാത്സല്യം തോന്നുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും പകർത്തുന്ന ദൃശ്യങ്ങളും ഇൻ്റർനെറ്റ് ലോകത്ത് നിന്ന് തപ്പിയെടുക്കുന്ന ലിങ്കുകളുമായി ഈ ലോകത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ വീഡിയോകൾ ഈ ലോകം വെളിച്ചം കാണിക്കുന്നു. നിങ്ങളുടെ വീഡിയോകൾ www.facebook.com/groups/ilogam എന്ന ഫേസ്ബുക്ക് പേജിലോ dtv.ilogam@gmail.com എന്ന ഐഡിയിലേക്കോ അയക്കുക. ബ്ലോഗർ ഓഫ് ദി വീക്കിൽ ഇന്ന് നമ്മോടൊപ്പം പടവൻ്റെ പടവാൾ എന്ന ബ്ലോഗുമായി ഭൂലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം ശ്രീ റോബിൻ പൗലോസ്. നമസ്കാരം റോബിൻ, ഈ ലോകത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കൂടുതൽ കാലമായിട്ടില്ല ബ്ലോഗ് രംഗത്തേക്ക് കടന്നു വന്നിട്ട് എന്ന് തോന്നുന്നു. 2012 ഭൂലോകത്ത് പ്രവേശിക്കുന്നത്. എന്താണ് ഭൂലോകത്തേക്ക് കടന്നു വരാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ബ്ലോഗ് രംഗത്തേക്ക്, ബ്ലോഗ് എഴുത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, പ്രചോദനം എന്തായിരുന്നു? ബ്ലോഗ് തുടങ്ങാനുള്ള പ്രചോദനം നമ്മുടെ UPA സർക്കാരിനോടുള്ളൊരു വിദ്വേഷം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിദ്വേഷമല്ല, ഒരു അമർഷമാണ്. ഒരു സാധാരണ പൗരൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു അമർഷമാണ് അതിന് തുടങ്ങാനുള്ള കാരണം. ആദ്യം തന്നെ എൻ്റെ ലേഖനങ്ങളാണ് ഞാൻ തുടങ്ങി വെച്ചത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് പൂർണ്ണമായിട്ടും അതിലുള്ളത്. പലപ്പോഴും ഈ പേര് കേൾക്കുമ്പോൾ ചിരി വരും. പടവൻ്റെ പടവാൾ. എന്താണ് ഇങ്ങനെ ഒരു രസകരമായ പേര് ഈ ബ്ലോഗിന് ഇടാനുണ്ടായ കാരണം? ഒന്ന്, പടവൻ എന്നുള്ളത് എൻ്റെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ്. അത് പടവൻ എന്ന് സ്വീകരിച്ചു. അതിനുശേഷം പടവാൾ, ഒരു വ്യക്തിക്ക് തൂലിക എന്നൊരു പടവാളായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ അതിനെ ഞാൻ എൻ്റെ ബ്ലോഗിന് പടവൻ്റെ പടവാൾ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കും. ബ്ലോഗിൽ കയറി നോക്കുമ്പോൾ എല്ലാ പോസ്റ്റുകളിലും ഒരു രാഷ്ട്രീയ ചുവ അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ ചുവ ഉണ്ടായിരിക്കും. രാഷ്ട്രീയമായാലും പ്രണയമായാലും ഇതൊക്കെ ബോധപൂർവം എഴുതുന്നതാണോ അതോ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ കടന്നു വരുന്നതാണോ? രാഷ്ട്രീയം ബോധപൂർവം തന്നെ എഴുതുന്നതാണ്. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക്, എഴുത്തിൻ്റെ ഇടയ്ക്ക് വന്നുപെട്ട ഒരു കാര്യം മാത്രമാണ്. റോബിൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ യുവതലമുറക്ക് രാഷ്ട്രീയത്തിനോടുള്ള ആഭിമുഖ്യം, അല്ലെങ്കിൽ അങ്ങനെ ആ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളോ അതിനുള്ള അവബോധമോ ഒന്നും ഇല്ലാതിരിക്കുന്നതാണോ, മനഃപൂർവ്വം ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്നതാണോ? രാഷ്ട്രീയം എപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അത് എൻ്റെ ചെറുപ്പം തൊട്ട് ഞാനത് ശീലിച്ച് വന്നതുമാണ്. ചെറുപ്പം തൊട്ട് രാഷ്ട്രീയം കാണുന്നുണ്ട്, എല്ലാ പാർട്ടികളെയും നിരീക്ഷിക്കാറുണ്ട്, എല്ലാവരും വിലയിരുത്താറുണ്ട്. അതിനാൽ തന്നെ ആ രാഷ്ട്രീയം ഞാൻ ബോധപൂർവം ബ്ലോഗിൽ എഴുതി തുടങ്ങിയത് തന്നെയാണ്. പക്ഷേ പ്രണയം ഇതിൻ്റെ ഇടയ്ക്ക് പഠനവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുന്ന് ചേക്കേറിയ ഒന്നാണ് പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു വേദന ബ്ലോഗിലൂടെ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം പ്രണയിക്കുന്നുണ്ട് എന്നോ, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം സംഭവിച്ച ഒരു നിരാശാ കാമുകനാണെന്നാണോ? എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പ്രണയമില്ല. പ്രണയത്തിനോടിപ്പോൾ വിയോജിപ്പാണ് കൂടുതലുള്ളത്. അതിനുള്ള കാരണം പ്രണയം ഇന്ന് വെറും ഒരു പഞ്ചാരയാണ്. പ്രണയത്തിന് ഒരു സ്വാർത്ഥതയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. അത് ഒന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല. പ്രണയം അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ പ്രണയത്തിനോട് ഇപ്പോൾ താല്പര്യമില്ല. അപ്പോൾ റോബിൻ പറഞ്ഞു വരുന്നത് ആത്മാർത്ഥതയില്ലാത്ത പ്രണയങ്ങളാണ് ഇന്ന് കൂടുതലും, അങ്ങനെയാണോ? പ്രണയത്തിന് ആത്മാർത്ഥത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത് എല്ലാവരിലും കാണാറില്ല. സ്നേഹം കൊടുക്കാനുള്ള അത് ഒരിക്കലും ചോദിച്ചു വാങ്ങാൻ പാടില്ല. അപ്പോൾ റോബിൻ എഴുതി വരുന്ന രണ്ട് വിഷയങ്ങളായാലും, അത് രാഷ്ട്രീയമായാലും പ്രണയമായാലും
ഇതിൽ രണ്ടിലും സ്വാർത്ഥതയാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. എങ്ങനെ കാണുന്നു? അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇത് രാഷ്ട്രീയം പറയുന്നത് ഒരിക്കലും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എന്നൊരു വ്യക്തി തുറന്നു പറയാൻ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രണയം എടുത്തിട്ടത് ഇന്ന് നാം കാണുന്ന പ്രണയങ്ങൾ അത് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തോ അത് അതേപോലെ ഞാൻ അവിടെ കുറിക്കുവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും അത് ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സാമൂഹ്യ ബോധമുള്ള പോസ്റ്റുകളും താങ്കളുടെ ബ്ലോഗിൽ കാണുന്നു. എൻഡോസൾഫാൻ, അതുപോലെ കൂടംകുളം എന്നിവയെക്കുറിച്ചുള്ള ചില പോസ്റ്റുകൾ പടവൻ്റെ പടവാളിൽ കാണാൻ കഴിഞ്ഞു. ഇത് താങ്കളിലുള്ള സാമൂഹ്യ ബോധത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് കണക്കാക്കാൻ കഴിയുമോ? എന്താണ് അഭിപ്രായം? ശരിയാണ്. ഇന്നത്തെ മനുഷ്യൻ വികസനം എന്ന് പറയുന്ന പേരിൽ കാണിക്കുന്ന ഒരു കാര്യം എന്നല്ല പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പാണുള്ളത്. കൂടംകുളത്ത് ആണവമായാലും ലോകരാജ്യങ്ങൾ ഇന്ന് ജപ്പാനായാലും അമേരിക്ക ആയാലും എല്ലാവരും ആണവ നിലയങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അതേസമയം അവിടുന്ന് ഇറക്കുമതി ചെയ്ത് ഇന്ത്യ പോലെ ഒരു രാജ്യം ആണവ ഓർജൻ സ്വീകരിക്കുന്നത് ഒരിക്കലും ഗുണകരമല്ല. അതേപോലെ തന്നെ എൻഡോസൾഫാൻ എല്ലാ രാജ്യങ്ങളും ഇതും ഈ നിർത്തലാക്കിയ ഒരു കീടനാശിനിയാണ് എൻഡോസൾഫാൻ. അത് ഇന്ത്യയിൽ നമ്മൾ സ്വീകരിക്കുന്നു. അതേപോലെ പറയുകയാണെങ്കിൽ ആസ്പെറ്റോസ് മറ്റു ലോകരാജ്യങ്ങൾ അത് വേണ്ടെന്ന് വെച്ചപ്പോൾ അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ പോലും ഈ രംഗത്ത് വേണ്ടത്ര ഈ അടുത്ത കാലങ്ങളിലായി വേണ്ടത്ര സജീവത ഇല്ല എന്ന് തോന്നുന്നു. 2013 ജനുവരിയിലെ 2 പോസ്റ്റുകൾ ഒഴിച്ചാൽ പിന്നെ അതിനുശേഷം ഒരു നിർജീവമായി കാണുന്നു. എന്താണ് ഇങ്ങനെ പിന്നോട്ട് പോകാനുണ്ടായ കാരണം? എഴുതാനുള്ളൊരു മടി തുടങ്ങി. പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്, നല്ല വായനയുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല എഴുത്ത് നമുക്ക് സമ്മാനിക്കാൻ സാധിക്കൂ. അതിനാൽ തന്നെ വായനയിലോട്ട് കുറേ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും പടവാൾ എടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എങ്ങനെയുള്ള പോസ്റ്റുകളാണ് വായിക്കാൻ താല്പര്യം? എഴുതാനല്ല, വായിക്കാനുള്ള താല്പര്യം ഏതു തരത്തിലുള്ള പോസ്റ്റുകളോടാണ്? വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകൾ കാണിക്കുന്ന കൃതികളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ബ്ലോഗിംഗ് രംഗത്തായാലും അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ പോലും ഒക്കെ വളരെയധികം സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളെ എങ്ങനെ നോക്കിക്കാണും? അങ്ങനെ ഒട്ടേറെ സൗഹൃദങ്ങൾ എനിക്ക് ഈ ബ്ലോഗ് രംഗത്ത് വന്നേ പിന്നെ എനിക്ക് ഒട്ടേറെ സൗഹൃദങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവർ വഴി എനിക്ക് കുറേയേറെ മുന്നേറുവാനും സാധിച്ചു. ബ്ലോഗ് എഴുത്തിനെ കുറിച്ച് പല മുഖ്യധാര എഴുത്തുകാരെന്ന് അവകാശപ്പെടുന്നവരും ഒരു രണ്ടാം കിട എഴുത്തായിട്ടാണ് ബ്ലോഗ് എഴുത്തിനെ പലപ്പോഴും കണ്ടുവരാറുള്ളതും അതിനെക്കുറിച്ച് അവർ പൊതുപരിപാടികളിലൊക്കെ അങ്ങനെ തന്നെയാണ് വിശദീകരിച്ച് സംസാരിക്കാറുള്ളതും. ഭൂലോകത്തെ സജീവമായ ഒരാളെന്ന നിലയിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും രണ്ടാം തരം തന്നെയായിട്ടാണ് കാണുന്നത്. അതിന് കാരണക്കാർ നാം എല്ലാവരും അടങ്ങുന്ന ഒരു ബ്ലോഗേഴ്സ് തന്നെയാണ്. കാരണം അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ഊന്നുകയും എന്നാൽ വേണ്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ഊന്നാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാക്കട മാഷ് പറഞ്ഞത് തന്നെ അദ്ദേഹം പറഞ്ഞ ശൈലിയോട് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ കുറച്ചെങ്കിലും സത്യമാണെന്നുള്ള കാര്യങ്ങൾ മറന്ന് നമ്മൾ ബ്ലോഗിംഗ് രംഗത്തായാലും ഫേസ്ബുക്കിൻ്റെ എല്ലാ കമ്മ്യൂണിറ്റികളിലും അങ്ങനെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ നല്ല കാര്യങ്ങൾ ഒരിക്കലും ആരും എവിടെയും പരാമർശിച്ചതായിട്ട് കണ്ടിട്ടില്ല. എങ്ങനെ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്? ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയുന്നതിൽ ഭാഷാശൈലിയെ നമുക്ക് വിമർശിക്കാം. അതേസമയം തന്നെ അയാൾ നമുക്കെതിരെ വിമർശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ എന്തിനെക്കുറിച്ച് വിമർശിച്ചോ ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പോരായ്മകളുണ്ടോ എന്നുകൂടി പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത്. മലയാള ഭാഷയുടെ സമുദ്ധാരണത്തിന്, ഇതിൻ്റെ ഉന്നമനത്തിന്, ഇതിൻ്റെ ഉത്തുംഗതയ്ക്ക് എന്തെങ്കിലും ഒരു നേട്ടം ബ്ലോഗ് രംഗത്ത് നിന്ന് അല്ലെങ്കിൽ ബ്ലോഗ് എഴുത്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. കാരണം എന്നെപ്പോലെ ഒരാൾ പഠിക്കാൻ അല്ലെങ്കിൽ കേരളം വിട്ടു പോയപ്പോൾ പൂർണ്ണമായിട്ടും മലയാളത്തെ മറന്ന സ്ഥിതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു മലയാളം പ്രസിദ്ധീകരണമാകട്ടെ ഒരു നോവലാകട്ടെ ഒന്നും ഞാൻ വായിക്കാറില്ലായിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് വന്നപ്പോൾ മലയാളം വായിക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഈ ഭാഷാശൈലി അല്ലെങ്കിൽ എനിക്കിത് പ്രതികരിക്കാൻ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റർനെറ്റിൽ നിന്നും തന്നെ ഞാൻ പഠിച്ചതാണ്. പിന്നെയും ഈ രംഗത്തുള്ളത് ചവറുകളാണെന്ന് പറയുന്ന അഭിപ്രായക്കാരോട് റോബിന് എങ്ങനെ യോജിക്കാൻ കഴിയും? ചവറുകളാന്ന് പറയുമ്പോൾ അതിനോട് ഒരു പക്ഷം യോജിക്കേണ്ടി വരും. കാരണം പലപ്പോഴും പെട്രോൾ ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്ന അവസ്ഥയാണ് ഈ എഴുത്തുകാർ സമീപിക്കുക. ആർക്കും ഒരു വായനയൊന്നുമില്ല, വെറുതെ മനസ്സിൽ തോന്നിയത് എഴുതി കുറിച്ചിടുകയാണ് പലപ്പോഴും ബ്ലോഗിങ്ങിൽ കാണുന്നത്. അത് പൈങ്കിളി രൂപത്തിലായാലും എന്ത് രൂപത്തിലായാലും എഴുതിയിടുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ പലപ്പോഴും ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, പലയധികം അല്ലെങ്കിൽ കുപ്രസിദ്ധിയോടെ വരുന്നത് മിക്കവാറും കച്ചറകളായ എഴുത്തുകളാണ്. പക്ഷേ ഒരു നല്ല എഴുത്തുകാരൻ അവൻ വായിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുള്ളൂ. കമൻ്റായോ ലൈക്കായിട്ടോ അവൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അവൻ അവിടെ എഴുതിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വായിക്കുന്നവർ വായിക്കും. അതാണ് അങ്ങനെയുള്ള എഴുത്തുകാരാണ് കൂടുതലും ഉള്ളത്. പക്ഷേ അവരെ ആരും ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ രംഗത്തുണ്ട്. എനിക്ക് ശരിക്കും അവരോട് ഒരു വ്യക്തമായ ഒരു വിയോജിപ്പാണുള്ളത്. പക്ഷേ റോബിൻ പറയുന്നു ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നവർ അവരെയും ഗൗനിക്കണമെന്ന്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അതിൽ ചർച്ച ചെയ്യാതെ പോസ്റ്റ് ഇട്ട് അവർ അവരുടെ പാട് നോക്കിപ്പോകും. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? അവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം? തീർച്ചയായിട്ടും അവരാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്, അല്ലാതെ കുപ്രസിദ്ധി ആഗ്രഹിച്ച് ചവറുകൾ എഴുതി കൂട്ടുന്ന ആൾക്കാരല്ല. ഭൂലോകത്തെ എഴുത്തുകാരിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ ആരാണ്? അങ്ങനെ പറയുവാണെങ്കിൽ ഒട്ടനവധി പേരുണ്ട്. അങ്ങനെ ആരും പേരെടുത്ത് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും അരുണേട്ടൻ, ഗഫൂർ കദോസ് എഴുതുന്ന അരുണേട്ടൻ, വിഡ്ഡിമാൻ, പിന്നെ അംജിത്ത് ക, അങ്ങനെ പലരുമുണ്ട്. ഇപ്പോൾ പറഞ്ഞു സ്വാധീനിച്ച എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ വിഡ്ഡിമാൻ, അതുപോലെ ഭ്രാന്തൻ എന്ന് പറയാൻ തുടങ്ങി, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഇതിങ്ങനെ ഒരു നെഗറ്റീവ് നാമങ്ങൾ ബ്ലോഗ് രംഗത്ത് സ്വീകരിക്കുന്നവർ ഒരുപാട് കാണാം. നിരക്ഷരൻ, ഒരുപാട് എണ്ണമറ്റ പേരുകളുണ്ട് ഈ രംഗം, നട്ടപ്പിരാന്തൻ എന്നൊക്കെ പേരുകളുണ്ട്. ഇങ്ങനെയുള്ള നെഗറ്റീവ് നാമങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരിക്കലും അതിനൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അത് പൂർണ്ണമായിട്ട് അവരുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരൊരു കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ ദിവസം വിഡ്ഡിമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോജേട്ടൻ പറഞ്ഞു, വിഡ്ഡിമാൻ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ കരുതുന്നത്, നിങ്ങൾ വിളിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും നിങ്ങൾ പറയും നിങ്ങളൊരു വിഡ്ഡിമാൻ അല്ല, നിങ്ങളൊരു ബുദ്ധിമാനാണെന്ന് പറയും. അപ്പോഴാണ് എനിക്ക് ഊർജ്ജം കിട്ടുന്നത്. അതാണ് ഞാൻ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് സ്വീകരിച്ചതെന്നും പറഞ്ഞു. വളരെയധികം നന്ദി ഈ ലോകത്തിൻ്റെ ഈ പ്രോഗ്രാമുമായി സഹകരിച്ച് അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഈ പ്രോഗ്രാമായിട്ട് സംബന്ധിക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷവാനാണ്. എന്നെ വിളിച്ച് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ വിളിച്ചതിൽ നന്ദിയുണ്ട്. മറ്റൊരു ബ്ലോഗറുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, ഈ ലോകം, ദർശന TV, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട്. ഈ ലോകം വിശേഷങ്ങൾ തീരുന്നില്ല. അത്ഭുതങ്ങൾ, തമാശകൾ, വിസ്മയങ്ങൾ, കൗതുകങ്ങൾ. ഈ ലോകത്തിൻ്റെ ഈ സ്ക്രീനിലെ ഈ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഈ ലോകം സൈൻ ഔട്ട്. നന്ദി, നമസ്കാരം.